നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹം നടിച്ച് വഞ്ചിച്ച വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് നമുക്ക് ചോദിച്ചറിയാം. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദിക് ഹോസ്പിറ്റൽ കളിയിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, ഡോക്ടർ സരിദാസ് ബ്യൂട്ടി കെയർ കളിയിക്കവിള, പ്രഫ ട്രേഡേഴ്സ് സുധീൻ കുളങ്ങര, മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നെയ്യാറ്റിൻകര. പ്രണയം നടിച്ച് വഞ്ചിച്ച വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നാൽ അവരോട് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? സുഖമാണോന്ന് ചോദിക്കും, വീട്ടിലെ കാര്യമൊക്കെ അന്വേഷിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അവരോട് ഒരു രോഷഭാവമൊന്നുമില്ല. നമുക്ക് എല്ലായിടത്തും സ്നേഹം മാത്രം വേറെ ഒന്നും ഇല്ല. ഇല്ല. സുഖമാണോ? അത്രേ. അതാവുമ്പോ എല്ലാം വിശേഷം അന്വേഷിക്കുന്നു. സ്നേഹം നടിച്ച ആ ഒരു നമുക്ക് അങ്ങനൊന്നും മനസ്സ് വെച്ചിട്ട് കാര്യമില്ല. വഞ്ചിച്ച വ്യക്തിയാണ്, അത് നമ്മൾ ക്ഷമിക്കും. ക്ഷമയാണ്. അതെ അതെ. അല്ല, വഞ്ചന അവരുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലേ, നമ്മുടെ പ്രശ്നമല്ലല്ലോ. നമ്മൾ ക്ഷമിക്കാന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ക്ഷമിക്കുക. വഞ്ചിച്ച വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നാലേ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഞാൻ പ്രണയിച്ചു വഞ്ചിച്ചു അതോ എന്നെ? നിങ്ങളെ പ്രണയം നിങ്ങളെ നല്ല ആത്മാർത്ഥമായി നല്ല സിൻസിയറായിട്ടായിട്ട് പ്രണയിച്ചിട്ട് അയാൾ വഞ്ചിച്ചിട്ട് പോയി. അപ്പം നിങ്ങൾ അവരെ കാണുമ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? അവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം അവരുടെ ഇവിടെ നിലവിലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അതായത് അവരെങ്ങനെയാണെന്ന് നോക്കും. മുമ്പെത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ ഹാപ്പി, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, വേറെ ഒന്നും ചോദിക്കത്തില്ല അവരോട്, വേറെ ഒന്നും പറയാനൊന്നുമില്ല. പറയാനൊന്നുമില്ല. നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്ക് എന്തിനാ? അപ്പോൾ അവരോട് ഉറപ്പായിട്ടും പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയതിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി നിങ്ങളാണ്, മറ്റാരോടും ഇത് ആവർത്തിക്കരുത്. അത്രേ ഉള്ളൂ. ഇല്ല, വേറെ ആസിഡ് അറ്റാക്കോ അടിയോ ഫിസിക്കലായിട്ടുള്ള ഒന്നുമില്ല. അവരോട് പറയും, വളരെ മാന്യമായിട്ട് പറയും, എൻ്റെ ജീവിതത്തിൽ സ്നേഹമൊന്നും ഉണ്ടെന്ന് പറയില്ല, നിങ്ങളോട് എനിക്ക് സ്നേഹമൊന്നുമില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി നിങ്ങളാണ്, നിങ്ങളെ മറ്റാരോടും ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്. അത് ഈ ലോകത്തിനെ ഗതിയെ മാറ്റിക്കളയും. അതെ. അവരോടൊക്കെ എന്താണ് ഒരു അഡ്വൈസ്മെന്റ് ആയിട്ട് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ആരെയും ചൂട് നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അവരോട് പറയാനുള്ളത്, നന്നായിട്ട് പ്രണയിക്കുക, പ്രണയത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളാനും കൂടെ തയ്യാറായിരിക്കുക, അതിനുള്ള മാനസിക പക്വത ഉണ്ടാക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി പ്രണയം നടിച്ച് വഞ്ചിച്ച ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ആ വ്യക്തിയോട്? നിങ്ങളെ പ്രണയിച്ചിട്ട് വഞ്ചിച്ചിട്ട് പോയ ആളാണ് അയാൾ വന്നാൽ നിങ്ങൾ എങ്ങനെ അവരെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്നാൽ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ചിലർക്ക് രോഷമായ ഭാവം ഉണ്ടാവും, എന്നാലും ഇങ്ങനെ വഞ്ചിച്ചിട്ട് പോയി എന്നൊരിത്. ചിലവർക്കൊക്കെ സോഫ്റ്റ് കോളായി, അതെ, പറയാൻ വിട്ടുപോയി, നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല, അങ്ങനത്തെ അയാളെ കണ്ടാൽ എന്ത് പറയാൻ തോന്നും? എനിക്കങ്ങനെ തോന്നുന്നില്ല. അതൊക്കെ ഒരാൾക്കാരുടെ ചോയ്സ് അല്ല. വെറുതെ വേറൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്ന അത്ര നല്ല കാര്യമല്ല. പ്രണയിക്കുന്നവരോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിന് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ. സോ പറ്റുവാണെങ്കിൽ മാത്രം പോവാം. മീൻസ് ഒരു 100% കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ വിട്ടേക്കും. അല്ല, അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അപ്പോഴൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഒന്നുമില്ല, സ്നേഹം മാത്രം. എന്താണ് പറഞ്ഞു ഇതിന്റെ വിഷമം പറയണ, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. ചിരിക്കുക മാത്രമേ ഉള്ളൂ. അവരോട് വേറെ രോഷഭാവമൊന്നുമില്ല. അങ്ങനെ കാണിച്ചിട്ട് ഇപ്പം എന്തോ നേട്ടാണ്? നിങ്ങളെ ഇത്രയും മാത്രം സ്നേഹിച്ച് നിങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നടന്ന വ്യക്തിയാണ്. ഒരു ഒറ്റ നിമിഷം കൊണ്ട് അവർ പോയി. അപ്പോൾ അവരെ പറയാൻ പറ്റിയില്ല. അവരെന്താ കണ്ടു കിട്ടിയാൽ എന്താണെന്ന് ചോദിക്കും. സുഖമാണോ? ഒന്നും ചോദിക്കൂല, ചിരിച്ചിട്ട് അങ്ങ് പോകും. വേറെ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. ഇല്ല, ഒരു കാഷ്വൽ ടോക്കും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ അങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തു. നിങ്ങളല്ല, അവരിങ്ങോട്ട് വന്നിട്ട് പ്രപ്പോസ് ചെയ്തു, ഭയങ്കര സ്നേഹത്തിൽ എല്ലാം കൊണ്ടുപോയി, ഹൈവേഴ്സ് കൊണ്ടുപോയി എന്ന് വിചാരിച്ചാണോ? എന്നിട്ട് അവരങ്ങ് ബ്രേക്കപ്പ് ചെയ്ത് പോയി, ഇട്ടിട്ട് പോയി. അപ്പം അവരെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വെച്ച് തന്നെ മീറ്റ് ചെയ്യാണ്. എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? മോനെ, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, നീ പോയത് നന്നായി, നീ പോയ പിന്നെ എൻ്റെ ജീവിതം പച്ച പിടിച്ചടാന്ന് പറയും. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. വേറെ എന്ത് പറയാനാ? ഒരാൾ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോയാൽ അതിനർത്ഥം അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള എന്ത് പറയാനുണ്ടെന്നാ. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നല്ലത്. പിന്നെ അതാ നല്ലത്. പിന്നെ അതുകൊണ്ട് നല്ലത്. ഓക്കെ ആണല്ലോ, ഡബിൾ ഓക്കെ. പെർഫെക്റ്റ്. അങ്ങോട്ട് വന്ന് പ്രണയം എന്ന് പറഞ്ഞ് ഒരു 5 years സ്നേഹിച്ചു എന്ന് വെച്ചേക്കുക.
അവർ ഒരു സമയമായപ്പം വഞ്ചിച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് വന്ന് ദാ ഇവിടെ ഇപ്പോൾ അവരെ കണ്ടു. അപ്പോൾ എന്തായിരിക്കും അവരോട് പ്രതികരിക്കാനുള്ളത്? എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? കോണ്ടാക്റ്റേ ഇല്ല, ഉണ്ടായിട്ടേ ഇല്ല, ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടു. എന്നെ തേച്ചിട്ട് പോയി, വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ കാണുക. ആ, അവനെയും തേച്ചിട്ട് പോയോന്ന് ചോദിക്കും, അല്ലാതെ വേറെ എന്ത് ചോദിക്കാന്. അല്ല, നിങ്ങളെ പ്രണയിച്ചാണോ? എന്നെ പ്രണയിച്ച ആള് എന്നെ തേച്ചിട്ട് പോയി. അതെ, അവരിപ്പോൾ കാണുമ്പോൾ ഇയാൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനാ, എന്താ പറയാൻ? ഒന്നും പറയാനില്ല. വേറെ ഒന്നും ചോദിക്കാനും പറയാനൊന്നും കണ്ടാ കാണാത്ത മൈൻഡ് ഇരിക്കും. മൈൻഡ്, കാരണം നമ്മൾ വേണ്ടെന്ന് വെച്ച് പോയ ആളല്ലേ. പിന്നെ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. എന്നാലും അവരോട് എന്തെങ്കിലും ഒന്ന് പറയാൻ, നമ്മൾ നേരത്തെ പറയാൻ കൊതിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഉണ്ടാവൂല്ലോ. നേരത്തെ പറയാൻ കൊതിച്ച വാക്കൊന്നും ഇല്ല, എന്താ പറയാനാ. ആ ദേഷ്യത്തിൽ പോകുന്ന ആ ഒരു വിഷമത്തിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ കുറച്ചാള് കള്ളു കുടിച്ച് കിടക്കും, കുറച്ചാള് വല്ലവനെ തോളേക്ക് കയറും, കുറച്ചാള് വല്ല പോലീസ് കേസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വേറെ സാധാരണ ആണുങ്ങൾ അങ്ങനെയാണ്, അനുഭവം ഉണ്ട്. ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഭൂരിഭാഗം അല്ല, ഒരു കോംപ്രമൈസിൽ പറഞ്ഞ് പിരിഞ്ഞു പോയി. അയാൾക്ക് വേറൊരു നല്ല പ്രപ്പോസൽ വന്നു, എനിക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നു. ഞാൻ വിവാഹിതനായി, അയാൾ വിവാഹിതയായി. ഞങ്ങൾ 12 കൊല്ലം പ്രണയിച്ചതാണ്. അയാൾ മുസ്ലിം ആയിരുന്നു, ഞാൻ ഹിന്ദു ആയിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണം, അയാളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്ക് പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും വൈഫിനെ അറിയാം. തേച്ചിട്ട് പോയില്ല, സന്തോഷമായിട്ട് പറഞ്ഞു പിരിഞ്ഞു. പിന്നെ അതിന് ഇപ്പോൾ അങ്ങനെ ആത്മാർത്ഥ പ്രണയമൊന്നും കാണുന്നില്ലല്ലോ. ലീവ് ടുഗെദറാണ്. കുറച്ചാൾ കൊണ്ടു കിടക്കുക, കളയുക, പിന്നെ വീട്ടുകാർ ആരെങ്കിലും കാണിക്കണേ അവൻ്റെ തൊള്ളയിലാവുക, അവളുടെ തൊള്ളയിലാവുക. അപ്പോൾ ആത്മാർത്ഥമൊന്നും കാണുന്നില്ല. പ്രണയിച്ചിട്ട് ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷം ആകുമ്പോൾ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അവർ നല്ല മൈൻഡ്, ഒരുപാട് ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് ഈ പ്രണയത്തെ പറ്റി പറയാനുള്ളത്? എന്താണ് പ്രണയത്തെക്കുറിച്ച് പറയാമെന്ന് ഞാൻ എന്ത് പറയാം, അത് അവർ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് അവരെ തേച്ചിട്ട് പറ്റുന്ന തേച്ചിട്ട് പോകണമെങ്കിൽ പിന്നെ അവർ മൈൻഡ് ചെയ്യാതിരിക്കുക, അത്ര. നിങ്ങളെ പ്രണയിച്ചിട്ട് ആ ഒരു വ്യക്തി തേച്ചിട്ട് പോയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ കാണുകയാണ്, അവരോട് എന്തായിരിക്കും പറയാനുള്ളത്? അവിടെ പ്രണയം എങ്ങനെയാണ്, സുഖമാണോ, അത്ര തന്നെ. ജസ്റ്റ് വേറെ ഒന്നുമില്ല, വേറെ വിഷമമൊന്നുമില്ല. ഇല്ല, എന്തിനു വിഷമം? നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കൂല അയാളടുത്ത്, ഇല്ല. അയാളൊന്ന് ചെറുതായിട്ട് നോക്കിയൊക്കെ ചെയ്താൽ എന്താണ്? ഇല്ല, മൈൻഡ് ചെയ്യൂല. ഒന്നും പറയാനുമില്ല. തേച്ചിട്ട് പോയ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ വെച്ച് കാണുമ്പോൾ എന്തായാലും നമുക്ക് അന്ന് പറയാനുള്ള ഒരു വാചകം ഉണ്ടാവുമല്ലോ. പറഞ്ഞിട്ട് പോവാത്തെന്താന്ന് ചോദിക്കും, പിന്നെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. എന്റെ അല്ലേ, ഇത്ര വർഷം വെറുതെ, ഇത്രയും വർഷം കൂടെ നിന്നിട്ട് വഞ്ചന കാണിക്കാതിരിക്കട്ടെ. വിശ്വാസം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം, ഇല്ലെങ്കിൽ പോവാം. എനിക്ക് അയാളോട് കാണുമ്പോൾ പറയാം, ഹായ് പറയും, ഹലോ പറയും, പിന്നെ പുതിയതായിട്ടുള്ള ലൈഫിനെ പറ്റി ചോദിക്കും, എൻ്റെ ലൈഫിനെ പറ്റി പറയും, ഞാൻ കുറച്ച് പൊങ്ങച്ചോടിക്കും. അത് നല്ലതാണ്. പിന്നെ പോയത് വളരെ നന്നായെന്ന് പറയും, കാരണം എൻ്റെ ലൈഫ് ഇപ്പം ഭയങ്കര സെറ്റാണ്. അതെ, എൻ്റെ ലൈഫ്, എനിക്ക് എൻ്റെ പുതിയ പാർട്ട്ണറുകൊണ്ട് ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. താനും തൻ്റെ ജീവിതമായിട്ട് നടക്കട്ടെ, നമ്മളിതൊന്നും സെറ്റായില്ല, അത്രേ ഉള്ളൂ. താനും ബെസ്റ്റാണ്, ഞാനും ബെസ്റ്റാണ്, നമ്മൾ സെറ്റായില്ല, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? പ്രണയിച്ചോ, നല്ലതല്ലേ? നല്ലതാണ്. ഒരിക്കലും അല്ലേ ലൈഫിൽ നിന്ന് വിട്ട് ഇറങ്ങി പോവാതിരിക്കട്ടെ. നമ്മൾ ഇഷ്ടമുള്ള ആളെ നമുക്ക് പെട്ടെന്നൊന്നും മടുക്കത്തൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ലൈഫ് നോക്കുക, അതാണ് ഏറ്റവും അടിപൊളി. പ്രണയത്തിൽ പോണേൻ്റെ കാട്ടിൽ നിങ്ങളുടെ ലൈഫ് ആദ്യം നോക്കുക. എന്നാലും ഇങ്ങനെ പ്രണയത്തിൽ ഇപ്പോൾ ഇയാൾ പെട്ടു, 5 വർഷം പ്രണയിച്ചു, പെട്ട് പോവാതിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, പ്രണയിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. അവർ 5 വർഷമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രണയമേ വേണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങളെ ലൈഫിൽ അയാൾ കയറി വന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ വന്നിട്ട് അയാൾ പതുക്കെ നൈസിന് ഇറങ്ങിപ്പോയി. അപ്പോൾ ബ്ലോക്ക്ഡ് ആണ് ആളെ, പിന്നെ കോൺടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ വെച്ച് അവർ 5 ഇയേഴ്സ് കഴിഞ്ഞ് കണ്ടു. അവരോട് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക? പറയാനൊന്നുമില്ല. ഇത് എന്താ പറയുക, നമ്മൾ ആസ് യൂഷ്വലായിട്ട് കാണുന്ന പോലെ, ഒരു ഫ്രണ്ടിനെ കാണുന്ന പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അത് തന്നെ, ആ മൈൻഡ് സെറ്റാണ് മുഖ്യം എല്ലാവർക്കും. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രണയിച്ച് കിടക്കുന്ന പ്രണയ ജോഡികളോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് നിങ്ങളുടെ ലൈഫ് ഇമ്പോർട്ടൻസ് നോക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രണയിക്കോ ഇഷ്ടമുള്ള പോലെ പോവോ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ ഒന്നും നമുക്ക് മൈൻഡിൽ തോന്നില്ല. ഇല്ല. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്കും വേണ്ട. അതാണ് നല്ലത്. അതിന് ഒന്നും പറയാനില്ല. അത് ബെറ്റർ ആയിട്ട് നമ്മൾ പോകുന്നൊന്നും പറയാൻ തോന്നില്ല. എന്തിന് ഒന്നും ആവശ്യമില്ല. പോയവര് പോയി, വരാനുള്ളവര് വരും, അത്രേ അത്ര. ശരി, അതാണ്. എനിക്ക് അതൊക്കെ തന്നെ പറയുള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയില്ല. അല്ല, നമ്മളെ ലൈഫിൽ അത്രയും നമ്മളെ ഒരു 5 ഇയേഴ്സ് അവർ നമുക്ക് വേണ്ടി, അവർക്കും വേണ്ടി നമ്മൾ കളഞ്ഞതാണ്. അപ്പോൾ അവരെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ടാണ്, ആ ഒരു ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ. അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മളെ ഇഷ്ടപ്പെടാതെ പോയേരി, പിന്നെ എന്തിനു വീണ്ടും തിരിച്ചു പറഞ്ഞത്? അതിന്റെ ആവശ്യമില്ലല്ലോ. കൂടെ എൻ്റെ കൂടെയും വേറെ ആള് കാണാം. ഓക്കെ, കൂടെ പറയോ? അല്ല, പുള്ളിക്കാരി ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെയും വേറെ ആരെങ്കിലും ഒക്കെ കാണാം.
മര്യാദയ്ക്ക് പോകും. മര്യാദയ്ക്ക് പോകും. അവരോടൊന്നും പറയാനൊന്നുമില്ല. ഇല്ല വേറെ ഒന്നുമില്ല. ഇല്ല, സ്നേഹം മാത്രം അത്രേ ഉള്ളൂ. അല്ല, അവരെ ഫ്രണ്ട് കുറച്ചും കൂടി ഹാപ്പി ആയി കാണിക്കുക. അത്രയാണ്. എന്നിട്ട് വേറെ എന്താണ് ഈ പ്രണയ ജോഡികളോട് എന്താണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അഡ്വൈസ്മെന്റ് കൊടുക്കാനുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ റിലേഷൻഷിപ്പിൽ പോവുക, അതാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു മ്യൂച്വൽ എഫേർട്ട് എടുത്ത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ. അങ്ങനത്തെ ഒരു മ്യൂച്വൽ എഫേർട്ട് എടുത്ത് പ്രണയിക്കുന്നവരാണോ കാണുന്നത്? കുറവാണ്. എല്ലാം കൂടുതലും വൺ സൈഡ്, അല്ലെങ്കിൽ ചിലത് ഫേക്ക് ലവ് ഇപ്പോൾ ഇല്ല, കുറവാണ്. ഇപ്പം എല്ലാവരും ഈ തേപ്പിസ്റ്റുകളുടെ ഇടയിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണല്ലേ. നമുക്ക് ഒരിക്കലും ഒരാളെ കുറ്റം പറയാൻ പാടില്ല. ജെൻസ് ആയാലും ലേഡീസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഉണ്ട് അല്ലേ, ആത്മാർത്ഥമായി പ്രണയിക്കുന്ന പ്രണയ ജോഡികളുണ്ടെന്നും. ഉണ്ട്. തേപ്പിട്ടിട്ടുണ്ടോ? ഞാൻ ഇതൊരു റിലേഷന് പോയിട്ടില്ല. ഓക്കെ, നല്ല റിലേഷൻ വരട്ടെ, ലൈഫ് ലോങ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒപ്പീനിയൻ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജനറേഷൻ, ഇസഡ് ജനറേഷന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും എല്ലാവരും ഒരു കാര്യത്തിൽ അങ്ങനെ ഉറപ്പില്ല. മൈൻഡിൽ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം എത്ര ടെന്യൂർ നമ്മൾ പ്രേമിക്കുന്നു എന്നുള്ളതിലല്ല, പകരം നമ്മൾ എത്രത്തോളം ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു ഭാഗത്തുനിന്ന് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പാടില്ല, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ഇല്ല, അത് പോയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ഇപ്പോൾ സിംഗിളാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വഞ്ചിച്ച വ്യക്തി ഇപ്പോൾ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും? ഇല്ല, എൻ്റെ ലൈഫിൽ അങ്ങനെ വഞ്ചിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. വന്നാൽ അവരോട് എന്തായിരിക്കും പറയാനുള്ളത്, പ്രതികരിക്കാനുള്ളത്? ലൈക്ക് അതായത് അവരുടെ ലൈഫിനേക്കാളും നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് അവരെ കാണിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റിവെഞ്ച് എന്ന് പറയുന്നത്. ഓബിയസ്ലി വിൽ മേക്ക് ദം സഫർ, ലൈക്ക് നമ്മുടെ സക്സസ് വെച്ച് സഫർ ചെയ്യിക്കും. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഒരു മധുര പ്രതികാരമൊന്നുമില്ല. ഇല്ല, പോയിട്ട് പോലെന്ന് വിചാരിക്കും. വേണ്ട, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ഇപ്പൊ കാണുകയാണ് വ്യക്തിയെ ഞാനിവിടെ ഉണ്ടാക്കുന്ന ജ്യൂസ് എടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. കേട്ടില്ല? ഞാനിവിടെ ഉണ്ടാക്കുന്ന ജ്യൂസ് എടുത്ത് കൊടുക്കും, താങ്ക്സ് മറി പോകും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംസാരിക്കാനില്ല, വേറെ ഒന്നും പറയാം. നിങ്ങളെ വേണ്ടാത്തവർക്ക് അതെ ഞാനിവിടെ ഉണ്ടാക്കുന്ന ജ്യൂസ് ഞാൻ എടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. നമ്മളെ വേണ്ടാത്തവർക്ക് തിരിച്ച് നമുക്ക് വേണ്ട, അത്രേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ പ്രണയിക്കുന്ന പ്രണയ ജോഡികളോട് എന്താണ് ചെയ്യേണ്ടത് പറയാനുള്ളത്? അത് ആ ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ. എന്താണ്? നമ്മളോട് ഇഷ്ടമില്ലാത്തവർ നമുക്ക് അങ്ങോട്ടും വേണ്ട, അത്രേ ഉള്ളൂ. കൂടെ ചേർക്കാം. ചിലപ്പം ദേഷ്യം വരുന്നിട്ട് ചിലപ്പോൾ വാക്കുകൾ വരാ, ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിരിക്കും വരുന്നത്, സങ്കടം വരുമായിരിക്കും. ചിലപ്പോൾ ഒരു മറന്നു കാണുമായിരിക്കും. 5 years അല്ല, അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, അപ്പം പിന്നെ നമുക്ക് പിടിച്ചേർത്താൻ പറ്റത്തില്ലല്ലോ. പോകുന്നതാ നല്ലത്. ഒന്നും പറയാനില്ല, ഒന്നുമില്ല. അവരുടെ കൂടെ പ്രതികരണം എങ്ങനെയാന്ന് നോക്കണമല്ലോ. എന്നാലും നമുക്ക് എങ്ങനെയാണ് അവരോട് സോഫ്റ്റ് കോളറായിട്ട് സംസാരിക്കാൻ പറ്റുമോ, കുറച്ച് ഹാർഷായിട്ട് പറയാൻ പറ്റുമോ, എങ്ങനെയാണ്? ഹാർഷായിട്ടൊന്നും പറയാൻ തോന്നത്തില്ല. 5 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ. വിട്ടിട്ട് വേറെ ആളുടെ കൂടെയാണ് നിൽക്കുന്നേ. പോട്ടെ, കുഴപ്പമില്ല, അവിടുന്ന് തേപ്പിട്ടപ്പോ ശരിയായിക്കോളൂന്ന് വിചാരിക്കാം. ഓൾ ദ ബെസ്റ്റ് പറയാ, ലൈഫ് ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് പറയാം. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ എങ്ങനെ പറയും? നിങ്ങളുടെ ലൈഫ് ഇപ്പൊ എങ്ങനെ പോകുന്നു എന്ന് അവർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഹാപ്പിയാണ്, സന്തോഷമായിട്ട് പോകുന്നു. അതാണ്, അത്രേ ഉള്ളൂ. അതാണ് ബെസ്റ്റ് റിവെഞ്ച്. പ്രണയം നടിച്ച് വഞ്ചിച്ച വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ വരെയാണ്, അവരോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? മറുപടി തെറി വിളിച്ചുവിടും, അത്ര ചിലപ്പോൾ അങ്ങനെ എന്തിനാ പറഞ്ഞെന്തിനാണ് കാര്യം. 5 years നല്ല രീതിയിൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞ അവരെ നിലവാരം അവർ കാണിക്കുന്നു, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞെന്തിനാണ് കാര്യം? അവരുടെ നിലവാരമാണ് കാണിക്കുന്നത് അല്ലേ, അവരുടെ സ്വഭാവം അവർ കാണിക്കും. എന്നാലും അവരുടെ എന്താണ് ഒരു റിവഞ്ചായിട്ട് എന്താണ് പറയാനുള്ളത്? പോകാൻ പറയും എന്ന് പറയില്ലേ? നിങ്ങളെ ലൈഫിനെ പറ്റി കുറച്ച് നീ എൻജോയ് ചെയ്ത് നടാന്ന് പറയും. അത്ര തന്നെ, അതെ, വേറെ ലെവലാണ്. അവളല്ലെങ്കിൽ അവളെ അമ്മ വരും, അവള് അവളല്ലെങ്കിൽ അവളെ അമ്മ വരും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയം നടിച്ച് വഞ്ചിച്ച വ്യക്തി അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അതിന് 5 വർഷമൊക്കെ പ്രണയിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ റിലേഷൻ ഒന്നും താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഇങ്ങോട്ട് വന്ന് പ്രണയം നടിച്ച് വന്നു, ഇഷ്ടപ്പെട്ടു, എല്ലാം ചെയ്തിട്ട് 5 years കഴിഞ്ഞ് ഇട്ടിട്ട് പോയി. അവർ 5 years ഒക്കെ സ്നേഹിച്ചിട്ട് ഇട്ടിട്ട് പോയി. അപ്പോൾ അവരത് ഇവിടെ വെച്ച് നിങ്ങൾ കാണുകയാണ്, നിങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിക്കും? മോശമായിട്ട് പ്രതികരിക്കില്ല, എന്തായാലും പ്രതികരിക്കില്ല. എങ്ങനെ പറയും? ഇല്ല, കാര്യങ്ങൾ തിരക്കും, സുഖമാണെന്നൊക്കെ ചോദിക്കും. സുഖം, ഓക്കെ. വേറെ അതൊക്കെ തന്നെ, എങ്ങനെ ലൈഫ് എങ്ങനെ പോകണം അതൊക്കെ ചോദിക്കും. ചോദിക്കും. ദേഷ്യപ്പെടാനൊന്നുമില്ല. ദേഷ്യപ്പെടില്ല. അങ്ങനത്തെ നല്ലൊരു നിഷ്കളങ്കമായ മനസ്സിനുടമയാണ്.
അല്ലേ? വേറെ ഒന്നും ദേഷ്യപ്പെടാനൊന്നുമില്ല. ഇല്ല ഇല്ല. എന്നാലും നിങ്ങൾ 5 ഇയേഴ്സ് ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ്. വേറൊരാൾ കൂടെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. എന്തെങ്കിലും ഒന്ന് നമുക്കൊരു രോഷം ഇല്ല, അവരവരെ സന്തോഷം നോക്കി പോയല്ലോ. സന്തോഷം പിന്നെ നമ്മൾ പിന്നെ അത് ഇനി പിടിച്ചു വാങ്ങാൻ നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ആ വഴിക്ക് വിടും. വേറെ വിഷമമൊന്നുമില്ല. ഇല്ല. ഇങ്ങനെ പ്രണയിച്ച് കിടക്കുന്ന ജോഡികളോട് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? നോക്കിയും കണ്ടൊക്കെ പ്രണയിക്കുക. നോക്കിയും കണ്ടൊക്കെ പ്രണയിക്കുക. എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ പ്രണയിക്കുന്നൊന്നുമില്ല. ഇന്നലെ ഒരു സംഭവം കഴിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ്. പ്രപ്പോസലാണോ? പ്രപ്പോസലാണോ? പ്രപ്പോസലല്ല, അത് എൻ്റെ ലവറായിരുന്നു. അങ്ങനെ അത് പോയി. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ ശോകാവസ്ഥയാണ്. ശോകം എന്ന് പറയുമ്പോൾ ഡിപ്രഷനൊക്കെ ഉണ്ടാവും. ഡിപ്രഷനൊക്കെയാണ്. എത്ര ഇയേഴ്സ് പ്രണയമായിരുന്നു? അത് അതിപ്പം എങ്ങനെ 1 വർഷമായാലും 10 വർഷമായാലും അത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ ഇരിക്കുള്ളൂ. 1 വർഷമായാലും 10 വർഷമായാലും. ഇപ്പം എന്താണ് ഇങ്ങനെ പ്രണയിച്ച് ഇങ്ങനെ മനസ്സ് വിഷമിക്കുന്ന ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? മനസ്സ് വിഷമിക്കണം അവരോട്. അവരുടെ അടുത്ത് ഞാൻ ചെയ്യണ കാര്യമല്ല പറയണേ. എന്നാലും മറ്റുള്ളവരുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ അവർ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് റീകവർ ചെയ്ത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നോക്കണം. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റിലേഷൻ മാത്രം കൊണ്ടുപോകാം അല്ലേ? മുന്നോട്ട് അത് പറയാൻ പറ്റൂലല്ലോ. മുന്നോട്ട് എന്നാലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയും റിക്കവർ ചെയ്ത് പോകാൻ നോക്കണം. റിക്കവർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മേഖലയിലോട്ട് മുന്നോട്ട് പോകാം? എൻജോയ് ചെയ്യാൻ അത് ഡാൻസ് ചെയ്യാം, അതൊക്കെ പറയാനേ പറ്റുള്ളൂ. ഈ അവസ്ഥ വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയമാണ്. അപ്പോഴും ചെയ്യണമെന്നല്ല, സമയത്ത് ആരും ചെയ്യത്തില്ല. അത് കഴിയുമ്പോൾ നമ്മളെ മൈൻഡ് ഒന്ന് കൂളാവണ്ടേ? കൂളാവണം. കുറച്ച് എന്തൊക്കെ അത് ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഈ വിഷമമായാലും ബ്രേക്കപ്പിന്റെ. ഇയാൾക്ക് എങ്ങനെയാണ് പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് പറയാം, ഞാൻ വീട്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ. വീട് കുറച്ച് ദൂരമുണ്ട്. വീട്ടുകാർക്കൊക്കെ അറിയോ ഇങ്ങനത്തെ? അവർക്കെല്ലാവർക്കും അറിയാം. അതാണ് ഇത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. അല്ല, അല്ലെങ്കിലും പറഞ്ഞാ ഇപ്പൊ എന്ത് കുഴപ്പം? ഇന്നലെയാണോ സംഭവം നടന്നത്? എന്തായാലും നല്ലൊരു ലൈഫ് പാർട്ണർ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അങ്ങനെ അടുത്തിന് നോക്കണമെന്നുള്ളൊരു ചിന്തയില്ല. ഈ പൂച്ച ചൂടുവെള്ളം കണ്ട് അല്ലേ? ഇല്ല, ഇത് ആദ്യമായിട്ടല്ലേ. ഇത് 2-3 പറ്റുമ്പം പിന്നെ എങ്ങനെ ഇരിക്കും? പക്ഷെ ഇത് ഞാൻ അവസാനത്തെയാണ് ലാസ്റ്റ് ആയിട്ട് ഉള്ളതെന്ന് അങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചാണ്. പക്ഷെ അത് പറ്റിയില്ല. ഇങ്ങോട്ടാണ് വന്ന് പറഞ്ഞത് ബ്രേക്കപ്പ് അല്ലേ, അതൊരു സാഹചര്യത്തിൽ അവരെ വീട്ടുകാർ കാരണം. എന്നാലും ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യണുണ്ട് ഒരു കോള് വേണ്ടിയിട്ട്. വെറുത്തിട്ട് പോയതല്ല, അവര് കൊണ്ടുപോയാണ്. എന്നെ അങ്ങനെ ആരും പറ്റിച്ചിട്ട് അല്ല. അവരൊരു പ്രഷർ കാരണം അവര് പോയതെന്ന് പറയാൻ പറ്റൂല. വിളിക്കുമായിരിക്കണം. നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവരോട് പ്രതികരിക്കാനുള്ളത്? ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ പറയാം. അറിയത്തില്ല ചേച്ചി, എനിക്ക് പ്രളയം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളവരാ. മീൻസ് അതായത് ജീവിതത്തിൽ കടന്നു പോയ ആൾക്കാരല്ലേ, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. 1 ഇയർ ഒക്കെ നല്ല രീതിയിൽ കട്ടയിൽ കൂടെ ഉണ്ടായിട്ട് അവർ ഇറങ്ങി പോവാണ്. നമുക്ക് പ്രണയം വേണ്ടാന്ന് വെച്ചിരുന്ന ടൈമിലാണ് അവർ കയറി വരുന്നത്. എപ്പോഴും ഊണിലും ഉറക്കത്തിലും എപ്പോഴും എന്താ പറയാ കോളിങ്ങും എല്ലാം ആയിരുന്നിട്ട് അവർ ഒരു വാക്കും പറയാതെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് പോവാണ്. അപ്പൊ അവർ ചേച്ചി അതായത് ഒരു കാരണവശാൽ അവർ ഒന്നും പറയാതെ ബ്ലോക്ക് ചെയ്ത് പോകത്തില്ല. ഇപ്പം പിള്ളേരുടെ വീട്ടിലാണെന്നാൽ പോലും മീൻസ് അതായത് ചിലപ്പോൾ അച്ഛനമ്മമാരൊക്കെ നൈസായിട്ട് പറയും, അതായത് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് വിട്ടോ, സെറ്റ് ആവത്തില്ല അങ്ങനെയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. ശരി, എന്നാലും അവരെ പിന്നെ ആ ഒരു ഇതിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിങ്ങൾ കാണുകയാണ്. അപ്പോൾ അവരോട് എന്തെങ്കിലും നിങ്ങൾക്കൊരു അല്ല പെട്ടെന്ന് നമുക്ക് ദേഷ്യം തോന്നിയൊരു കാര്യമില്ലല്ലോ, അവരും ജീവിക്കേണ്ട ആൾക്കാരല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും മീൻസ് അത് ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എപ്പോഴും ഇഷ്ടമായിരിക്കും, നമ്മളായിട്ട് അങ്ങ് പോകത്തില്ല. മീൻസ് അവരായിട്ട് അങ്ങ് പോകത്തില്ല. ആൾക്കാരില്ലേ ഇപ്പൊ തേപ്പ് കിട്ടി നടക്കുന്നവരില്ലേ, മറ്റുള്ള കപ്പിൾസിനോട് ദയവ് ചെയ്ത് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിലോട്ട് കയറാതിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതെ. തേപ്പ് കിട്ടിയ ആളോട് എന്താണ് പറയാനുള്ളത്? തേപ്പ് കിട്ടിയ ആളോട് ഇപ്പം സ്വന്തമായിട്ട് മീൻസ് അതായത് അവർക്ക് ഫ്യൂച്ചർ ഉള്ളതാണ്. അപ്പം എല്ലാത്തിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനാണ്. അതെ, മുന്നോട്ട് വരിക. അതില് ഇച്ചിരി അത് മനക്കെട്ടില്ലാത്ത പിള്ളേരായിരിക്കും തീർച്ചയായിട്ടും. അവരുടെ അടുത്ത് എന്താ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് വരും പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞാലും
ആ ഒരുത്തി പോയതിനെക്കാട്ടി നല്ലത് വരും തീർച്ചയായിട്ടും. നമുക്ക് പറയാനുള്ളത് ഒന്നില് അല്ലേ നമ്മുടെ ലൈഫ് വെറുതെ പക്ഷെ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ആള് ഇപ്പോൾ എന്താ തേച്ചിട്ട് വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്, അവരോട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ശരിക്കും അത്ര നല്ല പ്രസന്റ് മൂഡാണ് അല്ലേ? വേറെ ഒന്നുകൂടെ തേപ്പ് കിട്ടിയ പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? പെട്ടത് അതങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഇനി വേറെ വല്ല നോക്കുക, അത്രേ ഉള്ളൂ. ഡിപ്രഷൻ ഒന്നും അടിക്കാൻ പോലെ അതിൻ്റെ ആവശ്യമില്ല. കരഞ്ഞു കരഞ്ഞ് നടക്കുന്നവരുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇറങ്ങി ചില്ലായി നടക്കുക, എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയ എന്റർടൈൻമെന്റിലേക്ക് ഈ ഒരു ആ ഒരു ഡിപ്രഷൻ മാറാൻ എന്തൊക്കെ ചെയ്യാം? ഈ പ്രണയ ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ, അവരുമായിട്ടൊക്കെ കറങ്ങി നടക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പോയി മോട്ടിവേറ്റ് ആവുക, അങ്ങനെ പ്രണയിച്ച തേച്ചിട്ട് പോയ ആൾ നിൽക്കുകയാണ്, ഒന്നും പറയാനില്ല, ചിരിക്കുക തന്നെ ഉള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ ഇപ്പോൾ ഒരു എന്താ പറയുക, പ്രണയം ലൈഫിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നിട്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ ഇട്ടിട്ട് പോവുകയാണ്, പെട്ടെന്ന് ഇട്ടിട്ട് പോയി. ഇപ്പോൾ നമുക്ക് ഉറക്കമില്ല, ആഹാരം കഴിക്കില്ല, അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷൻ അടിക്കും അല്ലേ? അപ്പോൾ അവർ ഇപ്പോൾ വന്ന് നമ്മുടെ മുന്നിലേക്കാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നോർമലായിട്ട് സംസാരിക്കും. ഇത്രയും വർഷം കളഞ്ഞതിനൊന്നും പറയില്ല. അവരെ നഷ്ടം, അവരുടെ നഷ്ടമല്ലേ? അവർക്ക് നഷ്ടമാണ്. എന്നെ പോലുള്ള ഒരു അല്ലേ ഭാഗ്യവാനെ സ്നേഹിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ പറയണം അല്ലേ? ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? പ്രണയം അടിച്ചിട്ട് കാര്യമില്ല. സൂയിസൈഡൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പിള്ളേരുണ്ട്. എനിക്ക് ഇനി ലൈഫേ വേണ്ട, എനിക്ക് അവനില്ലെങ്കിൽ എനിക്ക് അവളില്ലെങ്കിൽ വേണ്ടെന്ന് പറയാൻ, അവരോട് എന്ത് പറയാനുള്ള? അടിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ലൈഫ് ഇതിനേക്കാളും മുന്നോട്ടല്ലേ ഒരുപാടുണ്ട്. അപ്പോൾ അവർ പോയെങ്കിൽ അവരെക്കാളും നല്ലത് വരാൻ വേണ്ടിയായിരിക്കും അല്ലേ? നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ വേണം പറയാൻ അല്ലേ? അപ്പോൾ എന്തായാലും നല്ല നല്ല പ്രണയ ജോഡികളൊക്കെ കിട്ടട്ടെ നിങ്ങൾക്ക്. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.